പൂനെയൊക്കെ കണ്ടില്ലെങ്കിൽ. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മഴയായിരുന്നു, മഴയോട് മഴയായിരുന്നു. അതുകൊണ്ട് ഇന്ന് ജാനിക്കുട്ടിയിലോട്ട് ഇറങ്ങിയില്ല കേട്ടോ. ജാനിക്കുട്ടിയും കൂക്കും ഒക്കെ സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. നാളെ നമ്മുടെ കുഞ്ഞോന്റെ പിറന്നാളല്ലേ, അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ടൗണിലോട്ട് വരണമെന്നും കണ്ടൊക്കെ ഇരുന്നു. പക്ഷെ മഴയും ഒക്കെ ആയതുകൊണ്ട് ടൗണിലോട്ട് വന്നില്ല. നമ്മുടെ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ച് ഇറങ്ങി അങ്ങോട്ട് വന്നായിരുന്നു. അപ്പൊ ഞാനും അപ്പോഴത്തേക്ക് അങ്ങോട്ട് വന്നു. ഞങ്ങള് സാധനമൊക്കെ മേടിച്ചു. കുറേ മണിക്കൂർ അവിടെ പോസ്റ്റ് ആയിപ്പോയി. കാരണം അതുപോലെ മഴയായിരുന്നു. ഞാൻ അവിടുന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങിയപ്പം ചെറിയ ചാറ്റിലേ ഉള്ളായിരുന്നേ. ഞാനിങ്ങോട്ട് വന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനമെല്ലാം വാങ്ങിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. പിന്നെ അവിടുന്ന് പാല്, പിന്നെ ഒരു കിലോ പഴം മേടിച്ചു, പാളയംകുടം പഴം മേടിച്ച്. കാരണം നാളെ രാവിലെ പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു. കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, കാരണം നമ്മള് നാളെ രാവിലത്തേടൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങുന്ന എപ്പോഴാ തിരിച്ച് കയറുന്നതെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഉച്ചയ്ക്ക് കുഞ്ഞോന്റെ പിറന്നാള് ആറന്മുള ശബരി ബാലാശ്രമത്തിലെ കുഞ്ഞുങ്ങളോടൊപ്പമാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുമായിരിക്കും. പിന്നെ ഞാനിത് പോകുമായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഉറപ്പ് തീരുമാനിച്ച് ഒന്നും പറയാൻ പറ്റില്ല, എല്ലാം ദൈവഹിതം പോലെ നടക്കും. അപ്പൊ പോകണം എന്നാണ് കണക്കും കൂട്ടില്, പോകും. പിന്നെ വൈകുന്നേരം നമ്മൾ അവിടെ ആയിരിക്കും. എല്ലാവർക്കും ആഹാരമൊക്കെ, ഒന്നും വീട്ടിലൊന്നും ഉണ്ടാക്കാനൊന്നും ഉള്ള ഇതില്ല, കാരണം മാമിക്ക് വയ്യാഴികളൊക്കെയാണ്. അപ്പൊ ഇനിയിപ്പോ കിടന്ന് എല്ലാവർക്കും കൂടെ ഉണ്ടാക്കാനൊക്കെ കഷ്ടപ്പാടല്ലേ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് ഫുഡ് മേടിക്കാം എന്ന് വിചാരിച്ചാണ് കേട്ടോ. പിന്നെ വൈകിട്ട് കേക്ക് കട്ട് ചെയ്യും. പിന്നെ സേമിയ വെക്കുന്നുണ്ട്. സേമിയാണോ പ്രഥമനാണോ അത് നാളെ മാമിയാണ് തീരുമാനിക്കുന്നത്. പിന്നെ ഒരു പഴം കഴിക്കട്ടെ, എനിക്ക് വിശക്കുന്നു. മോനിക്കുട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നു. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ കേട്ടോ. മീൻ എടുത്ത് വെള്ളത്തിലോട്ട്, മീൻ ഫ്രിഡ്ജിനകത്തിരിക്കുമായിരുന്നു മീൻ, അതെടുത്ത് ഞാൻ അങ്ങോട്ട് വെച്ചു. വറക്കാം എന്ന് വിചാരിച്ചു. ഒഴിച്ചു കൂട്ടാൻ ഇച്ചിരിപ്പോണ്ട് പപ്പടം ഉണ്ട്, അതുകൊണ്ട് മീൻ അങ്ങ് വറക്കാന്ന് വിചാരിച്ച്. പിന്നെ അടുക്കളയിൽ അതുകൊണ്ട് വലിയ പണികളൊന്നുമില്ല. നമുക്ക് മീൻ വറക്കണം, ചോറിടണം, അത്രേ ഉള്ളൂ കേട്ടോ. എന്തോ കഴിക്കാൻ മേടിച്ചോ? ഇല്ല. അത് പാല്. മുളക് പൊടിയൊക്കെ മേടിച്ചോണ്ടാ വന്നത് കേട്ടോ. അല്ല ഇന്നും മീനിനെ എടുക്കാൻ പറ്റത്തില്ല. നനഞ്ഞു, കുറച്ച് നനഞ്ഞായിരുന്നു ഞാൻ. അതുകൊണ്ട് എനിക്കൊന്ന് തണുപ്പായതുകൊണ്ട് ഓടിപ്പോയി കുളിച്ചു കേട്ടോ. പിന്നെ മീനിന്റെ മസാലയൊക്കെ പെരട്ടി കുറച്ച് സമയം വെച്ചിട്ട് നമുക്ക് വറക്കാം. കാശ്മീരി ചില്ലിയുടെ പൊടിയാണ് ഞാൻ മേടിക്കുന്നത്. അതുകൊണ്ട് അതിന് വലിയ എരിയില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ സ്പൂൺ വെച്ച് കോരിയിടുമ്പോ എല്ലാരും പറയും ഇങ്ങനെ എരി ഉപയോഗിക്കരുത്. സത്യത്തിൽ അതിന് എരി ഒന്നുമില്ല. പിന്നെന്താണ് വിശേഷം? നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ കിട്ടിയോ പറയണേ. പിന്നെ ഞാനിക്കുട്ടിയും കുക്കും വരുമായിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ അത് കിട്ടിയില്ല. ഞാൻ കടയിലാണ് കൊണ്ടു കൊടുത്തത് തയ്ക്കാൻ വേണ്ടിട്ട്. അപ്പൊ പുള്ളിക്കാരി മഴയൊക്കെ ആയതുകൊണ്ട് അടച്ചിട്ട് വീട്ടിൽ പോയി. പക്ഷെ വീട് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, അതുകൊണ്ട് ഞാനിങ്ങ് പോരുന്നു. ഉപ്പ് മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ അവരതുകൊണ്ട് വരുമായിരിക്കും. അവര് വീണ്ടും അതിനൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയേക്കും കേട്ടോ. കഴിഞ്ഞ് വരും. മോനിക്കുട്ടൻ ഇന്ന് എക്സാം തുടങ്ങി.
എളുപ്പമായിരുന്നു, എല്ലാം എഴുതിയെന്നാ പറഞ്ഞ കേട്ടോ. എനിക്കറിയത്തില്ല, കാരണം ഞാൻ അവനെ മെനക്കെട്ടിരുന്ന് പഠിപ്പിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് യാതൊരു ക്രെഡിറ്റും എടുക്കാനില്ല. ട്യൂഷൻ പഠിപ്പിക്കുന്നിടത്തെ ഗോഡ്വിനും സ്കൂളിലെ ടീച്ചേഴ്സുമാണ് അതിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ. പിന്നെന്താണ് വിശേഷം? ഞാൻ ഇച്ചിരി ചെറുപയർ കറി വെച്ചായിരുന്നല്ലോ, അത് ഇച്ചിരി ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ അതുകൊണ്ട് ഒന്നും വെച്ച് ഇത് മതി. ഇനിയിപ്പം ഓശാന ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ആഴ്ചയില് മീനും ഒന്നും വാങ്ങണ്ട എന്ന് വിചാരിച്ചിരിക്കുവാണ് കേട്ടോ. നോയമ്പൊന്നും ഇല്ല, എന്നാൽ തന്നെയും ആ ഒരു ആഴ്ച നോക്കാം എന്ന് വിചാരിച്ചേട്ടോ. ഇപ്പോഴത്തേക്കുള്ളത് ഇവിടെ വെച്ചിട്ട് ബാക്കി നമുക്ക് അങ്ങ് ഫ്രിഡ്ജിലാകാം. കുഞ്ഞുവിന്റെ പിറന്നാളിന് നമ്മുടെ മാമന്റെ മോൻ വരുന്നുണ്ട്, രാജീവ് കേട്ടോ. ഇടയ്ക്കൊക്കെ വരുന്നയാ, ഇപ്പൊ കുറച്ചു നാളായിട്ട് വരവൊന്നുമില്ല. പിറന്നാളിന് വരുന്നുണ്ട്. മീനൊക്കെ എടുത്തു വെച്ചു, ചോറൊക്കെ വാർത്തിട്ടു, കഞ്ഞിവെള്ളം എടുത്തു വെച്ചു. ഇനി ഒരു ഗ്രീൻ ടീ കുടിക്കട്ടെ. മഴ പെയ്തത് കൊണ്ട് എനിക്ക് തണുപ്പുണ്ട്. ഇന്ന് ചെറിയ മഴ മതി, എനിക്ക് തണുപ്പാവും കേട്ടോ. പിന്നെ ഇത് ഞാൻ ചൂടോടെ കുടിക്കുന്ന അതിനാട്ടോ, തണുക്കുന്നത് കൊണ്ടാ. അപ്പൊ ഇതിന്റെ കൂടെ ഇന്ന് എന്തോ കഴിക്കുന്നതെന്നറിയാം, ബോളി. കഴിഞ്ഞ ദിവസം അവിടെ വാങ്ങിച്ചതാണ്, അത് ഞാൻ കഴിച്ചില്ലായിരുന്നു. അതേ നമുക്ക് ബോളിയും തിന്ന് ഗ്രീൻ ടീയും കുടിക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് മീനൊക്കെ എടുത്ത് വറുത്ത് ചോറും ഉണ്ടാക്കാം. രാജീവ് വന്നിട്ടുണ്ട്, പത്തനംതിട്ട വന്നപ്പം അങ്ങോട്ട് ചെല്ലാൻ വിളിച്ചു. മഴയല്ലായിരുന്നു, ആരെങ്കിലും ചെല്ലാന് വിളിച്ചോണ്ട് വരാൻ വേണ്ടിട്ട്. അപ്പൊ മാവും പോയേക്കുവാ, വണ്ടി കൊണ്ട് വിളിച്ചോണ്ട് വരാൻ പോയി. വന്നിട്ട് ചിലപ്പോ സാധനം വാങ്ങാനൊക്കെ എവിടെയെങ്കിലും കയറി കാണും, അതുകൊണ്ടാണ് താമസിക്കുന്നത് അവര് കേട്ടോ. ബ്ലൗസ് ഈ കൈയുടെ ഭാഗമൊക്കെ ഇച്ചിരി ലൂസ് ഇട്ട് തയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്കത് വലിച്ചു കയറ്റി ടൈറ്റായിട്ട് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. ഇച്ചിരി ലൂസായിട്ട് അതിനെ കൊണ്ടുവന്ന് ഇട്ടൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ ഇന്ന് തന്നെ അത് റെഡിയാക്കി വെക്കണം, നാളെ ഇട്ടോണ്ട് പോവാനാ. പിന്നെ വേറെന്തോ വിശേഷം? പുതിയ നെയിൽ പോളിഷ് അടിച്ചില്ല, അതൊക്കെ പണിയാണ്, എന്തോരം ജോലികളാ. പപ്പട ബോളിയാ കേട്ടോ. ബോളി ഇഷ്ടമുള്ളവര് കമന്റ് ഇടണേ. അതിന്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു പരിപാടിക്ക് പോയി കേട്ടോ. അവിടത്തേക്ക് ഗ്രീൻ ടീ കുടിച്ചു. പിന്നെ ഇത് നമ്മുടെ ആദ്യത്തെ ട്രൈപോഡാട്ടോ. ഇത് ഓർമ്മയുണ്ടോ? എന്റെ പ്രിയങ്ങളെ ഞാൻ കാണിച്ചില്ലേ, നമ്മുടെ ഫാമിലി മെമ്പർ തന്നതാട്ടോ. പിന്നെ ഇതായിരുന്നു ആദ്യമൊക്കെ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരുന്ന ട്രൈപോഡ്. ഇപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഇതിന്റെ വലിയ ഓർമ്മ, നമ്മുടെ സ്റ്റാൻഡ്, ഇതിപ്പോ ഫോൺ വെച്ചേക്കുന്ന സ്റ്റാൻഡ് പിന്നെ വാങ്ങിച്ചത് കേട്ടോ. ഇതിലായിരുന്നു നമ്മൾ ആദ്യമെല്ലാം വീഡിയോസ് ഒക്കെ എടുത്തോണ്ടിരുന്നത്. ഇത് നല്ല ലെങ്ത് ആയിട്ടുള്ളതാ കേട്ടോ. നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചാൽ ഇപ്പൊ ഇവിടെ കിടന്നോണ്ട് ഞാൻ പറയാം കേട്ടോ. ഇത്രയും ലെങ്ത് കിട്ടും നമുക്ക് കേട്ടോ. സെൽഫി സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം, ഇങ്ങനെ ട്രൈപോഡായിട്ട് ഉപയോഗിക്കാം. ഇത്രയും ലെങ്ത് ഉണ്ട് കേട്ടോ. അപ്പൊ നാളെ നമ്മുടെ കുഞ്ഞോന്റെ പിറന്നാളാണ്. ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാല് നമ്മുടെ ലൈഫില് നമുക്ക് നമ്മുടെ തലമുറ ഉണ്ടാവുക എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിലൊക്കെ എന്താണ്, ചില ഓരോരുത്തരുടെ ലൈഫിന്റെ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും. ചിലർക്കത് ഉൾക്കൊള്ളാനൊക്കെ തയ്യാറെടുക്കുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, ചിലര് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു, ചിലര് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നു, അല്ലെ? ചിലർക്ക് അങ്ങനെ ഒരു വലിയ കാത്തിരിപ്പൊന്നും ഇല്ലാതെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. അതൊക്കെ എന്ന് പറയുന്നാല് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്, ദൈവം തരുന്നതാണ് മക്കളെ, അല്ലെ? അപ്പം അതിനകത്ത് നമ്മള് എന്റെയും എന്റെ ആങ്ങളുടെ ലൈഫ് വെച്ച് നോക്കുകയാണെന്നുണ്ടല്ലോ, ഞങ്ങള് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് സങ്കടപ്പെട്ടവരാണ്.
ഇപ്പൊ ഞാൻ മുത്തിനെയും മോനുകുട്ടന്റെ കാര്യമൊക്കെ ഞാൻ ഒരു ഏകദേശം നിങ്ങളോട് എന്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നൊക്കെ ഞാൻ നിങ്ങളോട് ഏറെ പറഞ്ഞിട്ടുണ്ട്. ആങ്ങളുടെ കാര്യത്തിൽ അത്ര അങ്ങനെയല്ലായിരുന്നു കേട്ടോ. അവന് കുക്കുവിനെ കല്യാണം കഴിച്ചു. അവര് ജാനിക്കുട്ടി ജനിക്കുന്നതിന് മുമ്പ് 2 പ്രഗ്നൻസി കുക്കൂര് അബോർഷൻ ആയിപ്പോയി. അപ്പം അതൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു എന്താ പറയുന്നത്, കുഞ്ഞുങ്ങളുണ്ടാവത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റുപാടുന്ന ഒരുപാട് പേര് അങ്ങനെ ഹരാസ് ചെയ്ത് ഒത്തിരി പേര് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ജാനിക്കുട്ടി ജനിച്ചു. സിസേറിയൻ ആയിരുന്നു. ജാനിക്കുട്ടി ജനിച്ച് ജാനിക്കുട്ടിക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ് കല്യാണി കുഞ്ഞ് ജനിക്കുന്നത്. പെട്ടെന്നുള്ള പ്രഗ്നൻസി ആയിരുന്നല്ലോ. സിസേറിയൻ കഴിഞ്ഞിട്ട് അധികം ഗ്യാപ്പ് ഇല്ലാതെ വന്ന ഒരു പ്രഗ്നൻസി ആയതുകൊണ്ട് അത് വേണോ വേണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നേ. പക്ഷെ അത് ശരിക്കും പറഞ്ഞാല് നമുക്ക് വിധിച്ചിട്ടില്ലാത്ത ഒരു കുഞ്ഞ് തന്നെ ആയിരുന്നു അത്. കല്യാണി കുഞ്ഞ് ജനിച്ചു. കല്യാണി കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പം കുഞ്ഞിന് സുഖമില്ലാതായി. 6 മാസമായപ്പോ കുഞ്ഞ് ഞങ്ങളെ വിട്ടുപോയി. അപ്പൊ അത്രയൊക്കെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരിക എന്ന് പറഞ്ഞാലേ, കല്യാണി കുഞ്ഞ് ജനിക്കുമ്പോൾ ആങ്ങളെ ഇവിടെ ഇല്ല കേട്ടോ. അവള് പ്രഗ്നന്റ് ആയ സമയത്ത് അവൻ പോയതാണ്. കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഇവിടെ ഇല്ല. കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് വരണം എന്നുള്ള ഇതിൽ ഇങ്ങനെ ഇരുന്ന സമയത്താണ് കുഞ്ഞിന് സുഖമില്ലാന്നൊക്കെ ഞങ്ങൾ അറിയിച്ചനുസരിച്ച് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ശ്രീചിത്രയിലും SATയിലും ഒക്കെ കൊണ്ടുപോയി കുഞ്ഞിനെ. അപ്പം അങ്ങനെ പെട്ടെന്ന് കുഞ്ഞിന് സുഖമില്ല, കുഞ്ഞിന് ഇങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ് എന്നൊക്കെ അറിഞ്ഞ സമയത്ത് അവന് വരണം എന്നൊക്കെ ഉള്ള രീതിയിൽ ഇരുന്ന സമയത്ത് ലീവ് ഒന്നും കിട്ടാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിന്റെ ഒരു പര്യവസാനം എന്ന് പറഞ്ഞാല് അവള് ഞങ്ങളെ വിട്ടുപോയ ആ ദിവസമാണ് അവന് അവളെ കാണുന്നത്. ആ ഒരു അവസ്ഥയിലാണ് കാണുന്നത്. അപ്പം അതെന്ന് വെച്ചാല് ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുക നമ്മളെ വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സങ്കടമാണ്. നമ്മുടെ മരണം വരെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഃഖം തന്നെ അതല്ലേ. അപ്പൊ അങ്ങനെയുള്ള കുറെ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയതിനു ശേഷം എല്ലാവർക്കും മൊത്തത്തിൽ എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു. ഇനി ഒരു കുഞ്ഞുണ്ടായാലും എന്തായാലും കല്യാണി കുഞ്ഞിന്റെ സിസേറിയൻ കഴിഞ്ഞപ്പോഴും ഒരു ഡെലിവറി നിർത്തുന്ന കാര്യം ചോദിച്ചപ്പോ എന്തോ ആ ഒരു മനസ്സിന്റെ ഇതിൽ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഡെലിവറി നിർത്തുന്നില്ല എന്നുള്ള തീരുമാനത്തിലായിരുന്നു. ആങ്ങളെ തന്നെ പറഞ്ഞതാണ്. അപ്പം അത് കഴിഞ്ഞ് ഈ കുഞ്ഞിനിങ്ങനെ വയ്യാതെ വന്നപ്പോഴത്തേക്ക് കുഞ്ഞിന്റെ ഈ ഒരു സങ്കടത്തിലൊക്കെ ആയ സമയത്ത് പിന്നെ ഇനി ഒരു കുഞ്ഞിനെ പറ്റി ഒന്നും ചിന്തിക്കണ്ട എന്നുള്ള ഒരു സങ്കടമായിരുന്നു. ഇനി എന്തെങ്കിലും കുഞ്ഞിന് വന്നാല് അത് സഹിക്കാനുള്ള ഒരു ത്രാണി നമുക്ക് ആർക്കും ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്നു. അപ്പം കുക്കു ഒരു മോളാണ്. അവൾ ഒറ്റയ്ക്ക് വളർന്നതിന്റെ എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും അവൾക്കുണ്ട്. ഒരു സഹോദരനോ ഒരു സഹോദരിയോ ഇല്ലാത്തതിന്റെ വിഷമം ഒറ്റയ്ക്ക് വളരുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതല്ലേ. അപ്പം ജാനിക്കുട്ടി അങ്ങനെ ആയി പോകുന്നു എന്നുള്ള ഒരു സങ്കടം അത് ഒരു കോണില്. എന്തെങ്കിലും ഇനിയും ഒരു പ്രഗ്നൻസിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമോ, കുഞ്ഞിന് ജനിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ എന്നുള്ള ഒരു ടെൻഷൻ വേറെ. എന്തിനായാലും അതിനൊക്കെ ശേഷം വളരെ യാദൃച്ഛികമായിട്ട് പ്രഗ്നൻസി ആയി. എന്താണ് അത് കഴിഞ്ഞ് കുഞ്ഞോൻ ജനിക്കുന്നു. ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ ഒരു കുഞ്ഞിനെ കിട്ടിയാൽ മതി എന്നുള്ള പ്രാർത്ഥനയിൽ ഇങ്ങനെ കടന്നു പോവുകയായിരുന്നു ഈ 8-9 മാസം. അപ്പൊ അതിനൊക്കെ ശേഷം ഡെലിവറിക്ക് കയറ്റിയ സമയത്തെല്ലാം ജാനിക്കുട്ടി കല്യാണി കുഞ്ഞ് തിരിച്ചു വരികയാണെന്നുള്ള ഒരു ചിന്തയിലായിരുന്നു അവള് കേട്ടോ. ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നേ. അപ്പം ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങളോട് വന്ന് മോനാണെന്ന് പറയുന്ന ഒരു സമയമുണ്ടല്ലോ, ദൈവം ഒരു എന്താ കാലം മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ. നമ്മൾ എത്ര വിചാരിച്ചാലും നമ്മുടെ ഒരു ക്രെഡിറ്റ് ഒന്നുമല്ല, നമ്മൾ എത്ര വിചാരിച്ചാലും ദൈവം നമുക്ക് വേണ്ടി ഇതൊരു വിധിച്ചിട്ടുണ്ട്. കാരണം അവൻ അത്രയേറെ സങ്കടപ്പെട്ടിട്ടുണ്ട് എന്റെ ആങ്ങളെ കേട്ടോ. കാരണം അവന് ജാനിക്കുട്ടിയും കല്യാണി കുഞ്ഞും ജനിച്ച സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 പെൺകുഞ്ഞുങ്ങൾ ജനിച്ചു എന്നുള്ളത് വലിയൊരു തെറ്റായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് അവര് കുറ്റപ്പെടുത്തുന്നവരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ഒരു ആയുധം കൊണ്ട് വെട്ടി മുറിവേൽപ്പിച്ചാൽ ചിലപ്പോൾ ആ മുറിവ് കാലക്രമേണ ഉണങ്ങി നമ്മളത് മറന്നു പോകും അല്ലെ. പക്ഷേ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുക എന്ന് പറയുന്നത് വളരെ 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 വലിയ ബുദ്ധിമുട്ട് തന്നെ. അതല്ലേ മുറിവുകൾ ഉണങ്ങുക എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും ആ മുറിവുകൾ ഇങ്ങനെ നൊന്തുകൊണ്ടേയിരിക്കും അല്ലെ, നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ആ ഒരു വേദനയായിരുന്നു അവൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. എന്റെ ആങ്ങളുടെ കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ അവനെ രക്ഷിച്ചുകൊണ്ട് അവനൊരു മകൻ ജനിച്ചു. അപ്പം കുഞ്ഞോന് അങ്ങനെ എന്താ ശരിക്കും പറഞ്ഞാല് ഞങ്ങള് പ്രതീക്ഷിക്കാതെ ഞങ്ങളിലേക്ക് വന്ന ഒരു അനുഗ്രഹമാണ് കേട്ടോ. അപ്പം ആ കുഞ്ഞോന്റെ പിറന്നാളാണ് നാളെ. ഞാൻ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യം പറയുമ്പോൾ നിങ്ങളാരും വിചാരിക്കരുത് ഇവർക്ക് മാത്രമുള്ള മക്കൾ അങ്ങനെയാണോ ഇങ്ങനെയാണോ. പക്ഷെ നമുക്കെല്ലാവർക്കും നമ്മുടെ മക്കൾ സ്പെഷ്യൽ തന്നെയാണ്. പക്ഷെ അനുഭവങ്ങൾ വ്യത്യസ്തമായതുകൊണ്ടാണ് പലതും നമ്മളിങ്ങനെ എടുത്തു പറയുന്നത് കേട്ടോ. നമ്മൾ അത്രയേറെ മാനസികമായിട്ടുള്ള പല സംഘർഷങ്ങളിലൂടെയും കടന്നു പോയതിനു ശേഷമാണ് നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെയുള്ള സന്തോഷങ്ങൾ വന്നു ചേർന്നത് എന്നുള്ളതാണ് സത്യം.
പിന്നെ എത്ര നമ്മൾ കാലം മായച്ച് കളയുമെന്ന് പറഞ്ഞാലും ഒരു കുഞ്ഞിന്റെ വേർപാടൊന്നും നമ്മുടെ ലൈഫിലെ സങ്കടം അതങ്ങനെ മാറാനൊന്നും പോകുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ജാനിക്കുട്ടിയുടെ പിറന്നാളിന്റെ അന്നാണ് കുഞ്ഞിന്റെ ചടങ്ങുകളൊക്കെ നടന്നത്. അത് ഞാൻ ഷോർട്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ല. അതൊക്കെയെന്ന് വെച്ചാല് ശരിക്കും പറഞ്ഞാല് നമ്മൾ എന്ത് പാവം ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഒരു എന്താണ് സങ്കടം നമുക്ക് കിട്ടിയെന്ന് നമ്മൾ ആലോചിക്കാറുണ്ട് കേട്ടോ. എല്ലാം നല്ലതിനാണ്, ഓക്കെയും നല്ലതിനാണ് അല്ലെ, അങ്ങനെ വിചാരിക്കും കേട്ടോ. അപ്പൊ ഒരു സങ്കടക്കടലിന് ശേഷമാണ് നമ്മൾ ഒരു തീരം കണ്ടത് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോ നമ്മുടെ കുഞ്ഞുവിന്റെ പിറന്നാളിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാട്ടോ. അപ്പോ ഇനിയിപ്പോ അവര് ടൗൺ ഇപ്പൊ ഫോൺ വിളിച്ചു, ഞാൻ വിളിച്ചു കാണാനോണ്ട് ഞാനിപ്പോ വിളിച്ചപ്പോ അവര് ടൗണിൽ നിൽക്കുന്നതേ ഉള്ളേ, പച്ചക്കറികളോ ഏതാണ്ടൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നിൽക്കുന്നതേ ഉള്ളൂ. ഇനി എപ്പോഴാ വീട്ടിലെത്തുന്നതെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു രാവിലെ ആയാലും മതി ബ്ലൗസ്, ഇനിയിപ്പോ രാത്രി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. ചിലപ്പോ വന്നേക്കും. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇനിയിപ്പോ നാളെ ഇവർക്ക് രണ്ടുപേർക്കും എക്സാം ഉണ്ട്, അതുകൊണ്ട് ഇവരെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നില്ല കേട്ടോ. ഞാൻ പോകണമെന്ന് കണ്ടിരിക്കുവാണ്. വൈകിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ട് കുഞ്ഞിന്റെ പിറന്നാൾ ഒരുങ്ങാം അല്ലേ. പിന്നെ അവന് ഇവിടെ ഇല്ലാത്തതിന്റെ ഒരു സങ്കടമുണ്ട്. 1ാം പിറന്നാളാണ്. ജാനിക്കുട്ടിയുടെയും 1ാം പിറന്നാളിനൊന്നും ആങ്ങളെ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ എല്ലാ പ്രവാസികൾക്കും ജീവിതത്തിലെ വലിയ നഷ്ടങ്ങൾ തന്നെ അല്ലെ. ജോലി വിട്ട് ഇവിടെ വന്നാല് അതിനെക്കാട്ടി തൊന്തരവായിരിക്കും. അതുകൊണ്ട് ജോലി കളയാനും പറ്റില്ല, കുഞ്ഞുങ്ങളോടൊപ്പം ഉള്ള സമയങ്ങളും നഷ്ടപ്പെടുന്നതിന്റെ വിഷമമുണ്ട് അല്ലെ. എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഒരവസ്ഥയാണ്. നമ്മളതെല്ലാം തരണം ചെയ്ത് പോവുക എന്നുള്ളതേ ഉള്ളൂ. എന്താണ് നാട്ടിലുള്ളവരുടെ വിചാരം, അവരവിടെ സന്തോഷമായിട്ട് സുഖമായിട്ട് ആർമാദിച്ച് നടക്കുകയാണ് എന്നുള്ള ഒരു ചിന്തയാണ്. പക്ഷെ അവര് മാനസികമായിട്ട് അനുഭവിക്കുന്ന സംഘർഷങ്ങൾ എന്തൊക്കെയാണ് അവർക്കല്ലേ അറിയത്തുള്ളൂ. സ്വന്തം ഭാര്യ, സ്വന്തം ഭർത്താവ്, സ്വന്തം മക്കള്, അച്ഛനമ്മമാര്, സഹോദരങ്ങള്, ഇവരെയൊക്കെ ആണ്ടിലും ആവണിക്കും കാണുക എന്ന് പറയുന്നത് കാണാൻ കൊതി തോന്നുമ്പോഴും ആഗ്രഹം അടക്കി പിടിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. എന്റെ കൊച്ചു വീട്ടിലെ കൊച്ചു സന്തോഷങ്ങളും കൊച്ചു ജീവിത കാഴ്ചകളും ഒക്കെയാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് വെറൈറ്റി ഒന്നും അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളൊക്കെ എന്റെ വീഡിയോസ് ഇനി തുടർന്ന് കാണുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം എന്നും കുന്ന് ഇതൊക്കെ തന്നെ ഇവർക്ക് പറയാനുള്ളൂ എന്നൊരു ചിന്ത പലരുടെയും മനസ്സിലുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മുടെ ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോ ഞാന് മീനൊക്കെ വറക്കട്ടെ കേട്ടോ. മീൻ വറുത്ത് നമുക്ക് ചോറുണ്ണാം. നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞാൽ അത്താഴ കഴിപ്പാണ്. ഉച്ചയ്ക്ക് നമ്മൾ ഒന്നിച്ചിരുന്ന് കഴിക്കുന്നില്ല, രാവിലെ നമ്മൾ ഒന്നിച്ചിരുന്ന് കഴിക്കാറില്ല. മുത്ത് രാവിലെ പോവാണെന്നുണ്ടെങ്കിൽ മുത്ത് നേരത്തെ കഴിക്കും. അത് കഴിഞ്ഞ് മോനുകുട്ടനും ഞാനും കൂടെ മിക്കപ്പോഴും കഴിക്കും. ചിലപ്പോൾ ഞാൻ മോനുകുട്ടനോടൊപ്പം ഇരിക്കത്തില്ല, കാരണം അവന് കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ ഇവിടുത്തെ ജോലികളൊക്കെ ഒതുക്കുന്നതിന് തിരക്കായിരിക്കും. അപ്പൊ എന്തായാലും രാവിലത്തേടോ ഉച്ചക്കലത്തേടോ നമ്മൾ ഒന്നിച്ചല്ല ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ രാത്രിയിലാണ് കുറച്ച് സമയം. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മാമി ചോറ് കൊടുത്ത് വിടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് മിക്കപ്പോഴും ചോറുണ്ണാറില്ലായിരുന്നു. അപ്പൊ രാത്രി ഒരു നേരമാണ് ഈ ചോറുണ്ണുന്നത്. അപ്പൊ അത് എന്താ പറയുന്നത്, 1-2 കറികളെ ഉള്ളെങ്കിലും നമ്മൾ അത് ആസ്വദിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം കേട്ടോ. നമുക്ക് മീൻ മറക്കാം. ഈ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് മീൻ മറക്കാൻ. എന്തൊരു മഴയായിരുന്നെന്ന് അറിയാമോ, ഇത്രയും ദിവസം എന്തൊരു ചൂടായിരുന്നെന്ന് അറിയാമോ എന്നാ ചോദിക്കുന്നത്. ഇന്ന് നമ്മള് തിരിച്ചു പോകാം അല്ലേ. അന്ന് ഒരു ഗ്ലാസ് ഒരു സ്പൂണ് പയറിട്ട് ഞാനൊരു കറി വെച്ചതാണ് കേട്ടോ. അന്നേരം മാത്രം ഇച്ചിരി കൂട്ടിയതാണ്. അന്നേരമേ എടുത്ത് ബാക്കി എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചതാട്ടോ. ഇടയ്ക്ക് ആരാ ചോദിച്ച തീയലിന്റെ കാര്യം വന്നപ്പോ ഇത് കഴിഞ്ഞില്ലയോ. നമ്മൾ ഒരു കറി വെച്ച് ഇന്ന് കൂട്ടും, ചിലപ്പോ നാളെയോ പിന്നെ മറ്റന്നാളിലോ ഉണ്ടെങ്കിൽ കേട്ടോ. അതങ്ങനെ 4-5 ദിവസം ഒന്നും കൂട്ടുന്ന പരിപാടിയൊന്നുമില്ല. 1-2 അങ്ങനെ 2 ദിവസം കൂട്ടും കേട്ടോ. ചില കറികളൊക്കെ ഈ സാമ്പാറോ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ 3-ാമത്തെ ദിവസം കൂട്ടുന്നതിനോട് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇന്ന് വെച്ച് ഇന്ന് കഴിച്ചു നാളെ കഴിക്കും, അങ്ങനെ കൂട്ടുന്നത് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ തീയലൊക്കെയാണ് തേങ്ങ വറുത്തരച്ച കറികളല്ലേ, അതപ്പോ മറ്റേന്നാളിലും എടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാലും ഞാൻ കഴിവതും 1-2 ദിവസത്തേക്ക് കറികൾ വെച്ചിരുന്ന് കൂട്ടാറുള്ളൂ കേട്ടോ. ഈ കറി അന്ന് വെച്ച് അന്ന് നമ്മൾ രാത്രിയിലൊന്ന് കൂട്ടിയതേ ഉള്ളൂ, പിന്നെ എടുത്തുമില്ല. പിറ്റേന്ന് നമ്മള് പുളിച്ചോറ് ഏതാണ്ട് ഉണ്ടാക്കി കഴിച്ചത് കൊണ്ട് എടുത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇന്നിപ്പം ഇച്ചിരിയും ചോറ് ഞാൻ വെച്ചുള്ളൂ. നാളത്തേടെ ഇങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ട് ചോറിന്റെ ആവശ്യമില്ലല്ലോ, വെറുതെ വെച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കണ്ടെന്ന് വിചാരിച്ച് കുറച്ചരി 1 ഗ്ലാസ് അരി ഇട്ടാണ് ഇങ്ങനെ ചോറ് വെച്ചത്.
അഹങ്കാരം കണ്ടോ, അഹങ്കാരം. ശബ്ദം ഉണ്ടാകും. കൂക്കും ജാനിക്കുട്ടിയും കൂടെ വന്നു, ബ്ലൗസൊക്കെ തന്നു. ഇനി അത് ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ റിപ്പയറിങ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. അപ്പോൾ നമുക്ക് അത്താഴം കഴിക്കാം. ചോറും പരിപ്പ് കറിയും മീൻ വറുത്തതുണ്ട്, പപ്പടമുണ്ട്. ഇന്നത്തെ അത്താഴം ഇതാണ്. എൻ്റെ പ്രിയങ്ങൾക്കെല്ലാം സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ. ഓക്കെ, ബൈ, സി യു.